നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 86. വേദമൂർത്തികളുടെ പ്രാർത്ഥന. പേജ് നമ്പർ 890. ഈശ്വരൻ അവതാരമെടുക്കുമ്പോൾ അദ്ദേഹം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഭൗതിക ദേഹം സ്വീകരിക്കുന്നു എന്നതാണ് അരൂപവാദികളുടെ ഏറ്റവും അപകടം പിടിച്ച സിദ്ധാന്തം. മായാവാദികളുടെ ഈ സിദ്ധാന്തത്തെ കുറ്റകരം എന്ന് ഭഗവാൻ ചൈതന്യൻ അപലപിച്ചിട്ടുണ്ട്. പരമപുരുഷന്റെ അതീന്ദ്രിയ ദേഹം ഭൗതിക വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് അംഗീകരിക്കുന്നവർ വിഷ്ണുവിൻ്റെ പാദപത്മങ്ങളോട് ഏറ്റവും കടുത്ത അപരാധമാണു ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന പരമപുരുഷനെ പരിഹസിക്കുന്നവർ മൂർഖന്മാരും ഖലന്മാരുമാണെന്ന് ഭഗവത്ഗീത പറയുന്നു. ഭഗവാൻ കൃഷ്ണനും ഭഗവാൻ രാമനും ഭഗവാൻ ചൈതന്യനും യഥാർത്ഥത്തിൽ മനുഷ്യരെ പോലെ മനുഷ്യ സമൂഹത്തിൽ തന്നെ ജീവിക്കുകയാണ് ചെയ്തത്. അമൂർത്ത സങ്കല്പത്തെ തികച്ചും വികലമായ ഒരു ചിത്രീകരണമെന്ന രീതിയിൽ കുറ്റപ്പെടുത്തുകയാണോ വേദമൂർത്തികൾ ചെയ്യുന്നത്. ആനന്ദ ചിന്മയ രസമായിട്ടാണ് ബ്രഹ്മസംഹിതയിൽ പരമപുരുഷന്റെ ശരീരത്തെ വർണ്ണിച്ചിരിക്കുന്നത്. പരമപുരുഷന്റെ ശരീരം ആധ്യാത്മികമാണ്, ഭൗതികമല്ല. ശരീരത്തിൻ്റെ ഏതു ഭാഗം കൊണ്ടും എന്തും ആസ്വദിക്കാൻ അദ്ദേഹത്തിനു കഴിയും. അതുകൊണ്ടാണ് അദ്ദേഹം സർവശക്തനായിരിക്കുന്നത്. ഭൗതിക ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് അതതിനു നിശ്ചയിച്ചിട്ടുള്ള പ്രവർത്തനം മാത്രമേ നടത്താനാവൂ. പിടിക്കാൻ കഴിയുമെങ്കിലും കാണാനോ കേൾക്കാനോ കൈകൾക്കു കഴിയാത്തതുപോലെ പരമപുരുഷന്റെ ശരീരം ചിന്മയരസം കൊണ്ടു നിർമ്മിച്ചിരിക്കുന്നതിനാൽ അഥവാ സച്ചിദാനന്ദ വിഗ്രഹമാകയാൽ അദ്ദേഹത്തിന് ഏത് അവയവം കൊണ്ടും എന്തു വേണമെങ്കിലും ആസ്വദിക്കാനും പ്രവർത്തിക്കാനും കഴിയും. ഭഗവാന്റെ ആധ്യാത്മിക ശരീരത്തെ ഭൗതിക ശരീരമായി കൈക്കൊള്ളുന്നത് പരമപുരുഷനെ ബദ്ധാത്മാവിനു തുല്യം ആക്കിത്തീർക്കാനുള്ള പ്രേരണയുടെ ആജ്ഞ മൂലമാണ്. ബദ്ധാത്മാവിന് ഒരു ഭൗതിക ശരീരമാണുള്ളത്. അതിനാൽ ഭഗവാന് ഒരു ഭൗതിക ശരീരമാണുള്ളതെങ്കിൽ പരമപുരുഷനും ജീവാത്മാക്കളും ഒന്നു തന്നെയാണെന്ന അമൂർത്തവാദികളുടെ സിദ്ധാന്തം എളുപ്പത്തിൽ പ്രചരിപ്പിക്കാൻ കഴിയുമല്ലോ. പരമപുരുഷൻ തിരുവവതാരമെടുക്കുമ്പോൾ അദ്ദേഹം പലവിധ ലീലകളും ആടുന്നു. എന്നിരുന്നാലും യശോദ മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ശിശുരൂപമായ ശരീരവും
അസുരന്മാരുമായി ഏറ്റുമുട്ടുമ്പോഴത്തെ വളർന്ന ശരീരവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ശൈശവത്തിലെ ശരീരം കൊണ്ടു യൗവനത്തിൽ ദന്തവക്രൻ, ശിശുപാലൻ തുടങ്ങിയ അസുരന്മാരോടേറ്റുമുട്ടിയ അതേ ശക്തിയോടെ പൂതന, തൃണാവർത്തൻ, അഘാസുരൻ തുടങ്ങിയ അസുരവർഗത്തോട് അദ്ദേഹം ഏറ്റുമുട്ടി. ഭൗതിക ജീവിതത്തിൽ ഒരു ബദ്ധാത്മാവ് ശരീരം ഉപേക്ഷിക്കുന്നതോടെ തൻ്റെ പൂർവ്വശരീരത്തെക്കുറിച്ച് സർവവും വിസ്മരിക്കുന്നു. എന്നാൽ കൃഷ്ണൻ്റേതു സച്ചിദാനന്ദ ശരീരമാകയാൽ അദ്ദേഹം കോടാനുകോടി വർഷങ്ങൾക്കു മുമ്പ് സൂര്യദേവന് ഭഗവദ്ഗീത ഉപദേശിച്ച കാര്യം മറന്നിട്ടില്ലെന്നു ഭഗവദ്ഗീതയിൽ നിന്നു നമുക്കറിയാം. അങ്ങനെ ഭൗതികവും ആധ്യാത്മികവുമായ അസ്തിത്വങ്ങൾക്കൊക്കെ അതീതനാകയാൽ അദ്ദേഹം പുരുഷോത്തമൻ എന്നറിയപ്പെടുന്നു. കാരണങ്ങൾക്കെല്ലാം കാരണനാണ് എന്ന് പറയുമ്പോൾ ആധ്യാത്മികവും ഭൗതികവുമായ ലോകങ്ങൾക്കെല്ലാം ഒരുപോലെ കാരണൻ അദ്ദേഹമാണെന്നർത്ഥം. പരമപുരുഷൻ സർവശക്തനും സർവജ്ഞനുമാണ്. അങ്ങനെ ഒരു ഭൗതിക ശരീരത്തിന് സർവജ്ഞനോ സർവശക്തനോ ആകാൻ സാധ്യമല്ലാത്ത സ്ഥിതിക്ക് ഭഗവാന്റെ ശരീരം ഭൗതികമാകാൻ ഒരു തരത്തിലും സാധ്യമല്ല. പരമപുമാൻ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത് ഭൗതിക ശരീരവുമായിട്ടാണെന്ന മായാവാദികളുടെ സിദ്ധാന്തം ഒരു തരത്തിലും അംഗീകരിക്കാവുന്നതല്ല. ഹരേ കൃഷ്ണ.